മോളെ ലച്ചു, ലഞ്ച് എടുക്ക്. എനിക്ക് വേണ്ട, കഴിച്ചിട്ടെങ്കിലും പോളെ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ലച്ചു നിക്ക്, ഞാൻ നോക്കില്ല. വേണ്ട, ആരും ബുദ്ധിമുട്ടണ്ട, ഞാൻ പൊക്കോളാം. എന്താ അമ്മ, എന്ത് പറ്റി? ആളുടെ മുഖം എന്താ കടന്നല്ല കുത്തിയ പോലെ ഇരിക്കണേ? യുകെയിലും ഇന്ത്യയൊക്കെ പോകണം പോലും അത് നടക്കില്ലെന്ന് അമ്മ പറഞ്ഞതിന്റെ ദേഷ്യം. അമ്മ ഞാൻ ഇറങ്ങുവാണ്. ചേച്ചി ആടാ പോരോ. അല്ല, ഇന്നിവിടെ മൂന്നില്ലേ ചേച്ചി? ഇല്ലടാ, ഇങ്ങനതൊക്കെ വിട്ടു. സിനിമ നമുക്ക് പറ്റിയ പണിയല്ല. അയ്യേ, ചേച്ചി ആയിപ്പോയി. അല്ല ഒറ്റെണ്ണം തോന്നാന് വേണേൽ ഇന്ന് റെസ്റ്റ് എടുത്തു. നാളെ വല്ല പ്രൊഡ്യൂസറിനും തപ്പി ഇറങ്ങിക്കോണം കേട്ടല്ലോ. അമ്മ ഇന്നെന്താ ലീവാണോ? ഇനി അടുത്ത മാസം മുതൽ മുഴുവൻ ലീവല്ലേ? അതെന്താ? റിട്ടയർ ആവാറായില്ലേ മോളെ? ഈ മാസം വിടപറയലായി. അമ്മ അടുത്ത മാസം എന്നല്ലേ പറഞ്ഞിരുന്നേ? അത് കഴിഞ്ഞ മാസം അടുത്ത മാസം പറഞ്ഞേ. ലച്ചുന് വലിയ ആഗ്രഹം ഉണ്ടല്ലേ പുറത്തു പോയി പഠിക്കാൻ? ഞാനും അവനൊക്കെ ഒന്നുമില്ലെങ്കിലും കേരളത്തിന് പുറത്തുപോയി പഠിച്ചതല്ലേ. അവളിവിടെ തന്നെ ആയിരുന്നല്ലോ. അവൾ ആദ്യമായിട്ടൊരു കാര്യം പറയണേ, അതാണെങ്കിൽ നടത്തി കൊടുക്കാനാവുന്നില്ല. ആ വിധി. അല്ല, നീ എന്താ പറഞ്ഞേ? ഇത് നിർത്തുകയാണെങ്കിലൊക്കെ എന്ത്? എനിക്ക് നല്ല എന്തെങ്കിലും ജോലി നോക്കായിരുന്നല്ലേ? അതായത് രജിസ്റ്ററൊക്കെ കാണുമല്ലേ? സ്വപ്നത്തിന്റെ ഭാഗം നടക്കുന്ന ടൈമൊന്നും വേവിച്ചില്ല. പക്ഷെ അത് പാടി വഴിയിൽ കളഞ്ഞ അത് വേസ്റ്റ്. നിന്നെ തന്നെ നീ ചതിക്കുന്നത് പോലെയാണ്. ഞാൻ തോറ്റുപോയില്ലേ? ശരി, അല്ല നമ്മൾ വിചാരിക്കുന്ന നടക്കില്ല. അല്ല നമ്മുടെ രീതിക്ക് മാറിയിട്ട് ജീവിക്കാന്ന് വെച്ചാൽ അത് നടക്കില്ല. ചിലതൊന്നും ആദ്യമേ നമ്മുടെ രീതിയിൽ വരില്ല. അതിനെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ മാറ്റി തിരിച്ച് നമ്മുടെ വഴിക്ക് കൊണ്ടുവരാം. എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റും. ഇത്രയും കാര്യം അതിന് പുറകെ നടന്നിട്ട് നിങ്ങളുടെ അച്ഛനെ പോലെ ഫാദി വഴി ആഗ്രഹങ്ങൾ വെച്ചിട്ട് പോകരുത്. ധർമ്മ ചെയ്യണം. എന്നെ കൊണ്ട് പറ്റും. അത് അഭിയില്ലേ? ഓ, അകത്തുണ്ട്. പോത്ത് പോലെ കിടന്നുറങ്ങുന്നുണ്ട്. തോന്നി. എന്താ അണ്ണേരാതെ തന്നെ എന്താ ഡൗട്ടാ? കാര്യം പറയണ. നമ്മൾ സിനിമ ചെയ്യാൻ പോകുന്നു. ശരിക്കും സത്യം നീ പറയണേ? അതെ, സത്യം. നീ ഓക്കെ ആണോ ഇത് ചെയ്യാൻ? അമ്മ പറഞ്ഞു എല്ലാം ഒക്കെ ആയിട്ട് ഇറങ്ങാൻ നിന്നാ കയറി ഇറങ്ങിയിട്ട് കപ്പലിറക്കാന്ന് പറഞ്ഞ പോലെയാവുന്നു. സോ ഞാൻ എന്റെ കപ്പലിറക്കാൻ തീരുമാനിച്ചു. അടിപൊളി. അപ്പൊ കൂടുതൽ സംശയങ്ങളൊന്നും വേണ്ട, നമുക്കിറങ്ങാം. വാ. ഓക്കെ അല്ലേ? ആടാ ഓക്കെയാണ്. ആഹാ, പോപ്പനും മോളിയോ നേരത്തെ എത്തിയോ? എത്തി. ലുട്ടാപ്പിയുടെ കുന്തത്തിൽ എന്താ പെട്രോൾ അടിച്ചില്ലേ? ലേറ്റ് ആണല്ലോ. ചെക്ക വേണ്ട നീ. അതെ, നീ എനിക്ക് തന്നോടും പറയാനല്ലേ. ചോറിയണ്ട. ഞാനിവിടുത്തെ CEO ആണ്. ഞാനിവിടുത്തെ ഒന്നുമല്ല. നിന്നെ ഓഫീസിൽ പറ്റുമെന്ന് തോന്നുന്നില്ല. നിന്നെ ഈ ഭൂമിക്കേ പറ്റില്ല എന്ന് എനിക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി. എൽവിൻ എന്റെ ബ്രദറാണ്, സിസ്റ്ററാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഈ സിനിമ വേണ്ടാന്ന് വെച്ചാലുണ്ടല്ലോ, ഞങ്ങൾ ഈ പ്രൊഡക്ഷൻ വേണ്ടാന്ന് വെക്കും. എടാ എന്താ 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 ഇവിടെ? വിസ്മായ, ഇവിടേക്ക് ഒരാളെ കൊണ്ടുവരുമ്പോ അറ്റ്ലീസ്റ്റ് കുറച്ച് വിവരമുള്ളവരെ കൊണ്ടുവരണം. എന്നിട്ട് താൻ എങ്ങനെ CEO ആയി? ബ്രദർ ആയതുകൊണ്ട് വിവരം എന്ന ക്വാളിറ്റി വേണ്ടെന്ന് വെച്ചാണ് അല്ലേ? നീ ഇവിടെ കുറെ കാലം നിൽക്കില്ല. വേണ്ട, ഞാൻ ഇരുന്നോളാം. കോമഡി ആയിരിക്കും, ചിരിക്കണം. ഓ വേണ്ട, തന്റെ ചിരി ഭയങ്കര പോറാണ്. മതി. നിങ്ങളുടെ പ്രശ്നം എന്താ? എന്തിനു കാണുമ്പോ ഇങ്ങനെ വഴക്കിടാനായി? ഇവനെന്നോട് അഗാധമായ പ്രണയമല്ലേ കുട്ടാ, ദേഷ്യമൊന്നുമല്ല അല്ലേ? വീട്ടില് തന്തപ്പടിക്കൊക്കെ സുഖല്ലേ? അവള് വിളിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു. അതെ, നീ രക്ഷപ്പെട്ടു. സോ യുവർ ഓക്കെ? ഈ സിനിമയായിട്ട് മുന്നോട്ട് പോകാം അല്ലേ? അതിനു മുന്നേ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്റെ പ്രൊഡക്ഷൻ ഹൗസിൽ ഞാൻ ഉണ്ടാക്കുന്ന കണ്ടീഷൻസ് മതി. എന്റെ സിനിമയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്ന റൂൾസ് വേണം. എന്താ തന്റെ കണ്ടീഷൻസ്?
എനിക്ക് ക്യാമറാമാനായി അഭിമന്യുവിനെ വേണം, അതായത് ഇവനെ. ഞാനോ? അതെപ്പോ? അവന് മുന്നേ സിനിമ ചെയ്തിട്ട് ശീലമുണ്ടോ? ഇല്ല. എന്റെ ക്യാമറാമാൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്തോട്ടെ. അടുത്ത കണ്ടീഷൻ എന്താ? എന്റെ ഡെസിഷൻസ് അനുസരിച്ച് മാത്രമേ അവിടെ കാര്യങ്ങൾ നടക്കാൻ പാടുള്ളൂ. വേറെ ആരും അതിൽ കൈകടത്താൻ പാടില്ല, പ്രൊഡ്യൂസർ പോലും. ഓ, ഇനി എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് അഡ്വാൻസ് ചെക്ക് വേണം. ജെനിഫർ, എന്താന്ന് വെച്ചാൽ എങ്കിലും ഇത് ചെക്ക് കൊടുക്കും. ഓക്കെ, ഫസ്റ്റ് പ്രോജക്റ്റ് അല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അത്രയ്ക്ക് ഓർമ്മയില്ല. എന്താ സർ വിളിച്ചത്? എന്റെ സെക്രട്ടറി എനിക്ക് തോന്നുമ്പോൾ ഞാൻ വിളിക്കും. എന്ത് ബുദ്ധിമുട്ടായോ? ഇല്ല സർ. ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ സർ. വിളിച്ചത് ഞാൻ കേട്ടു. ഇത്തവണത്തേക്ക് വിട്ടേക്കാം. എനിവേസ്, താ നോക്കിയേ, എന്റെ ചിരിക്ക് എന്തായാലും കുഴപ്പമില്ല. ബോറാണോ? അല്ല സർ, സാറിന്റെ ചിരി സൂപ്പർ അല്ലേ? അല്ലാന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും. സമ്മതിക്കൂ? സമ്മതിക്കണം. സമ്മതിക്കാമോ? സമ്മതിക്കട്ടെ. സമ്മതിക്കരുത്. സമ്മതിക്കില്ല സർ, ഒരിക്കലുമില്ല. ഈ ഓഫീസ് മുഴുവൻ സാറിന്റെ ഫാൻസ് ആണ്. സാറിന്റെ ചിരിക്ക് ഫാൻസ് ആണ്. ഓ ശരിക്കും? ഓ, നാളെ സെല്ലിന് ലീവ് എടുന്ന് പറഞ്ഞില്ലേ? ആ, പറഞ്ഞിരുന്നു സർ. എന്നാലേ നാളെ ലീവ് എടുക്കണ്ട, ലീവ് ക്യാൻസൽ. അതെന്താ സർ, ഞാൻ എന്ത് ചെയ്തു? താനൊന്നും ചെയ്തില്ല. ആ ചെറുക്കൻ എന്റെ മൂഡ് കളഞ്ഞു, അതാ. സർ, നോ മോർ എക്സ്പ്ലനേഷൻസ്. ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് എടുത്തു. അടുത്ത സർ, ആ ചെറുക്കൻ്റെ പേര് അഭിമന്യു, പെൺകുട്ടിയുടെ പേര് മായ വാസുദേവ്. ആ ചെറുക്കൻ ചെറിയ സിനിമകളിലും മറ്റും ക്യാമറ വർക്കൊക്കെ ചെയ്യുകയാണ്. ആൻഡ് ആ പെൺകുട്ടി പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗ്രാജുവേറ്റ് ആണ്. ഇപ്പോൾ ഒരു 5 years ആയി കഴിഞ്ഞിട്ട്. അതായത് കുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ ജീവനോടെയില്ല. ഒരു ആക്സിഡൻറ്റിൽ എങ്ങാനും മരിച്ചു. വാസുദേവൻ, are you sure? യെസ് സർ. പുതിയ പ്രൊജക്ട് പുതിയ ഡയറക്ടർ വെച്ച് തുടങ്ങാൻ എന്താ കാരണം? പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. പുതിയത് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അല്ലാത്ത വേറൊന്നും ഇല്ല അല്ലെ? വേറെ ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടാവണം. പ്രത്യേകിച്ചൊന്നും ഉണ്ടാവണ്ട. എന്താ ജസ്റ്റിൻ, എന്താ നിനക്ക് വേണ്ടേ? വേറൊന്നുമില്ല. മായ വാസുദേവൻ. വാസുദേവൻ സാറിന്റെ മോളാണല്ലേ? നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നേ? എന്താ നിന്റെ പ്രശ്നം? കാര്യം നേരിട്ട് ചോദിച്ച സ്ഥിതിക്ക് പറഞ്ഞേക്ക്. ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളിങ് എനിക്ക് വേണം. നടക്കില്ല ജസ്റ്റിൻ, നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. അത് വേണ്ട. എന്റെ ഉദ്ദേശം വേണോ വേണ്ടതെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഞാൻ സമ്മതിക്കില്ല. അവർ എഗ്രിമെന്റ് ഞാനായിട്ടാണ് ഉണ്ടാക്കിയത്. എന്നെ തടയുന്നത് നിനക്ക് നല്ലതിനല്ലേ വി? ജസ്റ്റിൻ നിർത്തിക്കോ. വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാനൊന്നും പാവങ്ങളെ ചെയ്തിട്ട് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. നിനക്ക് എന്താ? ഞാൻ അനുവാദം വാങ്ങാൻ വന്നതല്ല, അറിയിക്കാൻ വന്നത്. നാളെ മുതൽ അവരുടെ കൂടെ ഞാനും ഉണ്ടാവും. ഓ, ഈ പണ്ടാരം കറക്റ്റ് പിന്നെയും പോയല്ലോ. ഇവർക്ക് വല്ല കമ്മീഷൻ കിട്ടുന്നുണ്ട് ഇതിങ്ങനെ ഓഫാക്കിയിടുന്നതിന്? ആരാണ്? ഹലോ. ഹലോ, ആരാ? മനസ്സിലായില്ലേ? മനസ്സിലാവാൻ നീ എന്റെ കുഞ്ഞമ്മയുടെ മോനൊന്നും അല്ലല്ലോ. ആരാ? ഞാനാ ജസ്റ്റിൻ. നിനക്ക് എവിടുന്ന് എന്റെ നമ്പർ കിട്ടിയേ? നിന്റെ വീടിന്റെ ആധാരം വരെ കിട്ടി. പിന്നെ നിന്റെ ഫോൺ നമ്പർ. നീ എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചേ? നിന്നെ കാണാൻ. അല്ലാതെ എന്തിനാ? ചെക്ക, എന്താ നിന്റെ പ്രശ്നം? നീയാണ് എന്റെ പ്രശ്നം. എന്റെ മൈൻഡ് മൊത്തം നീയാണ്. ഉറക്കത്തിൽ എണീച്ചാലൊക്കെ നീയാ. എന്ത് ക്രിഞ്ചാടേ? പ്രേമം ക്രിഞ്ചാണേ, ഇഷ്ടം ക്രിഞ്ചാണേ. യെസ്, ഐ ആം ക്രിഞ്ച്. എന്നെ കൂടെ പോലത്തെ പറയിപ്പിക്കണ്ട. എന്തിനാടാ വിളിച്ചേ? ആക്ച്വലി ഒരു ഡൗട്ട് ചോദിക്കാനാണ്. എന്താ? അതെ, അന്ന് ഞാൻ തന്നത് നിനക്കിഷ്ടപ്പെട്ടു. എന്തെന്നാ? അതായത് രമണ, അന്ന് നൈറ്റ് ഞാൻ തന്നത് നിനക്കിഷ്ടപ്പെട്ടോന്ന്. എടാ മോനെ, എന്നെ കൂടെ നീ പറയിപ്പിക്കണ്ട. വെച്ചിട്ട് പോറ. എന്താ അഭിയൊരു സ്നേഹമില്ലാത്ത? അഭിയോ? അഭിമന്യു, അതാ എന്റെ പേര്. നീ കട്ട് ചെയ്ത് കാര്യം പറ. നിനക്ക് എന്താ വേണ്ടേ? എനിക്ക് നിന്നെ കാണണം. എന്തിനീ? എനിക്ക് കാണണ്ട. നീ വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. വാ, ഞാൻ വെയിറ്റ് ചെയ്യാം.
ഹലോ 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 ബേബി, കുറെ നേരമായോ വെയിറ്റ് ചെയ്യുന്നു?